ഗുഡ് ഈവനിംഗ്. ക്രിക്കറ്റിൽ നിന്ന് ആജീവനാന്തം വിലക്കാനുള്ള തീരുമാനം BCCIയെ കൊണ്ട് തിരുത്തിച്ച് മടങ്ങിവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ശ്രീശാന്ത്. ഈ പ്രതീക്ഷ ഫലവത്താകുമോ? സ്പെഷ്യൽ എഡിഷൻ ഇന്ന് ചർച്ച ചെയ്യും. ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള BCCI തീരുമാനം തനിക്കേറ്റ വലിയ തിരിച്ചടിയാണെന്ന് ക്രിക്കറ്റ് താരം ശ്രീശാന്ത്. നടപടിയിൽ അതീവ ദുഃഖമുണ്ട്. തിരിച്ചുവരവിന് ശ്രമിക്കും. കോടതിയുടെ വിമർശന വിധേയമായ ഡൽഹി പോലീസിന്റെ തെളിവുകൾ കൂടി അടിസ്ഥാനമാക്കിയാണ് BCCI നിയോഗിച്ച കമ്മീഷൻ ശ്രീക്കെതിരെ ഇന്നലെ റിപ്പോർട്ട് നൽകിയത്. BCCI നിയോഗിച്ച രവി സവാനി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീശാന്തിനെതിരെ അച്ചടക്ക നടപടിയുണ്ടായത്. ശ്രീശാന്ത് ഉൾപ്പെടെയുള്ള രാജസ്ഥാൻ റോയൽസ് താരങ്ങൾ കുറ്റക്കാരാണെന്നും കടുത്ത ശിക്ഷ നൽകണമെന്നുമായിരുന്നു കമ്മീഷൻ ശുപാർശ. നേരത്തെ ആരോപണമുയർന്നതിനെ തുടർന്ന് BCCI പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറി നിൽക്കേണ്ടി വന്ന N. ശ്രീനിവാസന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ശ്രീയെ ക്രിക്കറ്റിൽ നിന്നും വിലക്കിയത്. ക്രിക്കറ്റിലേക്ക് തിരിച്ചുവരുന്നതിന് ശ്രമിക്കുമെന്നായിരുന്നു ശ്രീശാന്തിന്റെ പ്രതികരണം. ഏറ്റവും ഒരു സെറ്റ് ബാക്ക് എന്റെ ലൈഫിൽ തന്നെയായിരിക്കും. പക്ഷെ എങ്കിലും എന്തായാലും വീട്ടിലാണല്ലോ, ജയിലിലല്ലല്ലോ. ആ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. എനിക്ക് കോർട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കേസിൽ നിൽക്കുന്നില്ല. അപ്പൊ എന്താണ് BCCI അങ്ങനെ എടുക്കാൻ കാരണം എന്ന് അറിയില്ല. കഴിഞ്ഞ 8-9 വർഷമായിട്ട് കളിക്കുകയാണ്. അപ്പം ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡൽഹി പോലീസ് കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രവി സവാനി കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ശ്രീയുടെ ജാമ്യാപേക്ഷ വേളയിൽ ഡൽഹി പോലീസിന്റെ തെളിവുകൾ ദുർബലമാണെന്നും കണ്ണികൾ ചേരുന്നില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. അന്താരാഷ്ട്ര ക്രിക്കറ്റ് മുൻ അമ്പയർ KN രാഘവൻ, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുൻ സെക്രട്ടറി N. അജിത് കുമാർ എന്നിവർ കൊച്ചിയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. അഭിഭാഷകനായ C. ഉണ്ണികൃഷ്ണനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം അജിത് കുമാറിലേക്ക്. ശ്രീ അജിത് കുമാർ, ശ്രീശാന്ത് പ്രകടിപ്പിക്കുന്ന പ്രതീക്ഷ, സജീവ ക്രിക്കറ്റിലേക്ക് തിരിച്ചുവരാം എന്ന പ്രതീക്ഷ ഇന്നത്തെ അവസ്ഥയിൽ എത്രത്തോളം സാധ്യമാണ്? ഇന്നത്തെ അവസ്ഥയിൽ ബുദ്ധിമുട്ട് തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ BCCI ബാൻ ചെയ്ത ഒരു പ്ലെയറാണ്. അപ്പോൾ BCCI കൊണ്ട് അത് തിരിച്ചു വരുത്തിക്കണമെങ്കിൽ കോടതികൾ ത്വരിതഗതിയിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നം തീർത്തേ പറ്റൂ. നമുക്ക് നമ്മുടെ ന്യായപീഠത്തിൻ്റെ കാര്യം അറിയാം. ന്യായപീഠം വളരെ വ്യക്തതയോടെയും കൃത്യതയോടെയും കാര്യങ്ങൾ നടത്തുമെങ്കിലും സമയമെടുക്കുന്ന ഒരു പരിസ്ഥിതിയാണ് കാണുന്നത്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഒക്ടോബർ 7-ാം തീയതി അദ്ദേഹത്തിൻ്റെ കേസ് വീണ്ടും എടുക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഇൻവെസ്റ്റിഗേഷൻ്റെ ഏത് പോർഷനാണ് എടുക്കുന്നതിനെ പറ്റി നമുക്ക് യാതൊരു വഴിയുമല്ല, അറിയാനും യാതൊരു സാധ്യതയുമില്ല. കാരണം എന്താ പറഞ്ഞാൽ അന്ന് തന്നെ കുറച്ച് ത്വരിതമായി ഇതിന് പറ്റിയുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോകണം. കോടതി നടപടികൾ മുമ്പോട്ട് പോയും കോടതി ഒരു ഫേവറബിളായിട്ടൊരു ജഡ്ജ്മെൻറ്റ് അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. കാരണം കോടതിയിൽ നിന്ന് ഒരു കാര്യം പോലും രവി സവാനി കണക്കിലെടുത്തിട്ടില്ല. റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് DGP നീരജ് കുമാറിൻ്റെ അതേ വാക്കുകളാണ്, ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു സൂപ്പർ കോടതി പോലെയാണ് ഇപ്പോൾ BCCI മുമ്പോട്ട് പോയിരിക്കുന്നത്. പക്ഷേ ശ്രീശാന്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കരിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം BCCI ആണ്. അപ്പോൾ BCCI കൊണ്ട് അവരുടെ തീരുമാനം മാറ്റിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നിയമവ്യവസ്ഥ അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് വരികയും നിയമത്തിൻ്റെ മുന്നിൽ അദ്ദേഹം എന്തായാലും കുറ്റക്കാരനല്ല. കാരണം കോടതി കൃത്യമായിട്ട് പറഞ്ഞു, ഡൽഹി പോലീസ് നൽകിയിരുന്ന തെളിവുകൾക്കൊന്നും തന്നെ യാതൊരുവിധ വളരെ വളരെ ദുർബലമാണ്. എന്നിട്ട് ഏറ്റവും അവസാനം അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള അജിത് ചാണ്ടിലെ പോലും കോടതി ജാമ്യം നൽകി. മെക്കോക്ക തുടങ്ങിയ പല നിബന്ധനകളും വന്നു. അതൊന്നും ഇവിടെ നിലനിൽക്കില്ല എന്ന് കോടതി ഇത്ര അസന്നിഗ്ധമായി പറഞ്ഞതിന് ശേഷം ഇതുപോലൊരു നടപടിയിലേക്ക് BCCI പോയത് ദുഃഖകരം എന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറാനായിട്ട് തീർച്ചയായിട്ടും കോടതികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് വരുമെന്നാണ് ഞാനൊരു ശുഭപ്രതീക്ഷ. മുൻപ് അസറുദ്ദീന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. 2000-ൽ BCCI അദ്ദേഹത്തിന് ആജീവനാന്ത വിലക്ക് കൽപ്പിച്ചു. പക്ഷേ 2008-ൽ കോടതി തന്നെ അദ്ദേഹത്തിനെതിരായ വിലക്ക് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞു. ഒരു 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്, 10 വർഷത്തോളം ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വിധി ഉണ്ടായത്. അതോടുകൂടി അസറുദ്ദീന്റെ കരിയർ അവസാനിച്ചു. പിന്നീട് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ അഭയം തേടേണ്ടി വന്നു. സമാനമായ സാഹചര്യം തന്നെയല്ലേ ശ്രീശാന്തിനും ഉണ്ടാവുന്നത്? ഇല്ല, സമാനതകൾ കുറേ ഉണ്ടെങ്കിലും ധാരാളം വ്യത്യാസങ്ങൾ കൂടിയുണ്ട്. അസറുദ്ദീൻ്റെയും ശ്രീശാന്തിൻ്റെയും കേസ് നോക്കുകയാണെങ്കിൽ അസറുദ്ദീൻ്റെ കേസിൽ ചാർജ് ഷീറ്റ് എല്ലാം സമർപ്പിക്കാൻ വളരെയധികം നാളുകൾ നീണ്ടുപോയിരുന്നു. ശ്രീശാന്തിൻ്റെ കേസിൽ ഡൽഹിയിൽ പോലീസ് വളരെ നല്ലൊരു കാര്യം ചെയ്ത് വളരെ ദ്രുതഗതിയിൽ അവർ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്തു. അതായത് ആ പോലീസ് കമ്മീഷണർ ശ്രീ നിഖിൽ കുമാർ പോകുന്നതിന് മുമ്പായിട്ട് ആ ചാർജ് ഷീറ്റ് അവർക്ക് സമർപ്പിക്കാൻ സാധിച്ചിരുന്നു. ആ ചാർജ് ഷീറ്റിൻ്റെ മുകളിലുള്ള വിചാരണ തുടങ്ങുകയും ചെയ്തു. ഇത് സാധാരണ ഇത്ര വേഗത്തിൽ ഇന്ത്യൻ ഒരു
ഒരു ഒഫൻസ് ഇത്ര വേഗം ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യും, ചാർജ് ഷീറ്റിൻ്റെ മുകളിലെ ട്രയലും ഇത്ര വേഗം സാധാരണ തുടങ്ങാറില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തന്നെ കുറച്ച് വ്യത്യസ്തമായൊരു കാര്യമാണ് ശ്രീശാന്തിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ചാർജ് ഷീറ്റ് സമർപ്പിച്ച് വിചാരണ കോടതിയിൽ മാറ്റർ വെക്കുമ്പോൾ BCCI ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്നുള്ള ഏറ്റവും കാതലായിട്ടുള്ള പ്രശ്നം. ഇപ്പോൾ ഇന്നലെ അതിനെപ്പറ്റിയുള്ള ചർച്ചകളിലെല്ലാം പൊതുവെ വന്നിട്ടുള്ള അഭിപ്രായം ഇപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നാൽ നമ്മൾ ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള, അതായത് BCCIയുടെ തന്നെ മുൻ ഭാരവാഹികൾ, പഴയ ക്രിക്കറ്റർമാർ, ഇവരുടെ എല്ലാം പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരെല്ലാം പറയുന്നത് BCCI നീഡ്സ് ടു സെൻഡ് ഔട്ട് എ ടഫ് മെസ്സേജ്. അപ്പോൾ BCCIയുടെ ഉദ്ദേശം അത് മാത്രമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം 0 ടോളറൻസ് ടുവേർഡ്സ് മാച്ച് ഫിക്സിംഗ്, അതിൻ്റെ ഒരു മെസ്സേജ് കൊടുക്കാനുള്ള ഒരു ആവേശത്തിൽ ശ്രീശാന്തിനെ അവർ അങ്ങോട്ട് പ്രതിയാക്കുകയാണ് ചെയ്തത്. ഈ ഒരു കുറ്റം കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിനു മുമ്പ് തന്നെ BCCI അദ്ദേഹത്തിനെ കുറ്റക്കാരനാണ് വിധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കോടതിയിൽ ഒരു പ്രൊസീഡിങ്സ് നിൽക്കുന്ന സമയത്ത് ഇത്ര വേഗത്തിൽ BCCI ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. എന്തായാലും അദ്ദേഹം സസ്പെൻഷനിലാണ്, കോടതിയിലെ പ്രൊസീജിയേഴ്സ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് കഴിയുന്നവരെ കാത്തിരിക്കുകയായിരുന്നു എല്ലാവർക്കും നല്ലത്. അതിനു മുമ്പായി തന്നെ BCCI ഒരു വളരെ വേഗത്തിൽ, വളരെ തിടുക്കപ്പെട്ട്, ശ്രീശാന്തിനെ കഴിഞ്ഞ ആഴ്ച പറ്റിയാണ് ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് കിട്ടിയത്. അതിന് അദ്ദേഹം മറുപടി സമർപ്പിച്ച് ഒരു ഹിയറിംഗ് കൊടുത്തു. ഹിയറിംഗ് കൊടുത്ത് ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ അതിൻ്റെ വിധിയും അവർ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതെല്ലാം ഒരു പ്രീ പ്ലാൻഡ് ആയ ഒരു ഓപ്പറേഷൻ ആയിരുന്നില്ലേ എന്നുള്ളൊരു സംശയം ക്രിക്കറ്റ് പ്രേമികളിൽ ജനിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ട കോടതിയാണ്. കോടതി വിധി വരുന്നവരെങ്കിലും കാത്തിരിക്കാമായിരുന്നു. ഇനി നമുക്ക് വേറൊരു സാഹചര്യം നോക്കാം. അസറുദ്ദീൻ്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യം, ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് ശ്രീശാന്ത് കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിക്കുകയാണെങ്കിൽ BCCIക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? BCCIക്ക് നഷ്ടപ്പെട്ട വർഷങ്ങൾ തിരിച്ചു കൊടുക്കാൻ സാധിക്കും. അതുണ്ടാവുന്നില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇനിയും BCCIയുടെ ഇപ്പോൾ ഡിസിപ്ലിനറി കമ്മിറ്റിയാണ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ജനറൽ ബോഡി റേറ്റിഫൈ ചെയ്യണം. ജനറൽ ബോഡിയിൽ എത്തുന്നതിന് മുമ്പായിട്ടെങ്കിലും ഏതെങ്കിലും രീതിയിൽ BCCIക്ക് ഭൂരിഭാഗത്തിനൊരു നല്ല ബുദ്ധി തോന്നുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടാവുകയോ ചെയ്യുകയാണ്. ഇതിവിടെ നിൽക്കുന്ന സമയത്ത്, ഈ വിചാരണ കോടതിയിലെ മാറ്റർ നിൽക്കുന്ന സമയത്ത് BCCI ചെയ്യാൻ പാടില്ല എന്നൊരു വിധി വല്ലതും കിട്ടുകയാണെങ്കിൽ മാത്രമേ ശ്രീശാന്തിന് ഇപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. ശ്രീ കെ രാഘവൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു BCCIയുടെ ഉദ്ദേശം വളരെ ശക്തമായ ഒരു സന്ദേശം കളിക്കാർക്ക് നൽകുക എന്നതാണ് എന്ന്. പക്ഷേ ഈ കേസിൽ തന്നെ ആരോപണ വിധേയരായ മറ്റ് ആളുകൾ, BCCIയുടെ മുൻ പ്രസിഡന്റ് N. ശ്രീനിവാസൻ അടക്കമുള്ളവരുടെ കാര്യത്തിൽ BCCI എടുത്ത നിലപാടും ശ്രീശാന്തിൻ്റെ കാര്യത്തിൽ എടുക്കുന്ന നിലപാടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അങ്ങനെ 2 രീതിയിൽ ഒരു പന്തിയിൽ തന്നെ 2 വിളമ്പ് നടത്തുമ്പോൾ എങ്ങനെയാണ് BCCIക്ക് ശക്തമായ ഒരു സന്ദേശം നൽകാനാകുക? നേരത്തെ പറഞ്ഞാൽ BCCIയുടെ മുൻ പ്രസിഡന്റ് അല്ല ശ്രീനിവാസൻ ഇപ്പോഴും BCCIയുടെ പ്രസിഡന്റാണെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ സ്റ്റെപ്പ് അസൈഡേ ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയം വേണമെങ്കിൽ താൻ പ്രസിഡന്റായിട്ട് പൂർണ്ണ ചുമതലയും നിർവഹിക്കും എന്നുള്ള ഒരു വാശിയിലാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും BCCIയുടെ പ്രസിഡന്റാണ്. അടുത്ത ജനറൽ ബോഡിയിൽ ഒരിക്കൽ കൂടി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ ഒരിക്കൽ കൂടി തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് ജനറൽ ബോഡി മീറ്റിംഗ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെന്നൈയിൽ തൻ്റെ സ്വന്തം ടർഫിൽ നടക്കുന്ന ജനറൽ ബോഡിയിൽ എന്ത് വില കൊടുത്തും 1 വർഷം കൂടി BCCI പ്രസിഡന്റ് ആയിരിക്കാനായിട്ടുള്ള വാശിയിലാണ് അദ്ദേഹം. നേരത്തെ പറഞ്ഞ പോലെ ഈ ആരോപണങ്ങൾ വന്നപ്പോൾ ആദ്യം ശ്രീശാന്തിനെയും 1-2 ക്രിക്കറ്റർമാരെ അറസ്റ്റ് ചെയ്തു. അത് ഡൽഹി പോലീസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ബോംബെ പോലീസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷനിൽ ഈ ടീം നടത്തുന്ന ആൾക്കാർ, അതായത് ടീം പ്രിൻസിപ്പൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഗുരുനാഥ് മെയ്യപ്പൻ, അതായത് ശ്രീനിവാസന്റെ മരുമകൻ, അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ ഓണറായിട്ടുള്ള ശില്പ ഷെട്ടിയുടെ ഭർത്താവ് രാജ് കുണ്ട്ര, ഈ 2 ആൾക്കാരും ബെറ്റിംഗ് മേഖലയിൽ പലരുമായിട്ട് ബന്ധങ്ങളുണ്ടെന്ന്, അവർ ബെറ്റ് വച്ചിട്ടുണ്ടെന്നും തന്നെ തെളിഞ്ഞിട്ടുണ്ടെന്നാണ് മുംബൈ പോലീസിന്റെ പത്രക്കുറിപ്പുകളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുമ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ടൊരു കമ്മീഷനെ BCCI വെച്ചു. ആ കമ്മീഷൻ പ്രവൃത്തി ശരിയായ രീതിയിലല്ല എന്ന് ബോംബെ ഹൈക്കോടതി പറഞ്ഞു. അതിനെതിരെ BCCI സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. അവിടെ ശ്രീനിവാസൻ എന്ന BCCI പ്രസിഡന്റിനെതിരെ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രീനിവാസൻ ആ ഒരു അധ്യായം, അതായത് ചെന്നൈ സൂപ്പർ കിങ്സിനെയും അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിനെതിരെയുള്ള ആ ഒരു കേസ് തേച്ചു മാച്ച് കളയ്ക്കാനായിട്ട് ഒരു വ്യഗ്രത പലയിടത്തും കാണുന്നതായിട്ടൊരു സൂചനയാണ് കോടതികൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കോടതി ഇവരുടെ BCCIയുടെ അപ്പീൽ, സുപ്രീം കോടതിയിൽ എത്തിയിട്ട് പോലും BCCIയുടെ അപ്പീൽ കോടതി പരിഗണിക്കാതിരുന്നത് ആ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് മെസ്സേജ് കൊടുക്കുന്ന പ്ലേയേഴ്സിന് വേണ്ടി മാത്രമാണ് എന്നുള്ള ഒരു ഭാഷയായിരിക്കും BCCI പറയുന്നത്. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ C. ഉണ്ണികൃഷ്ണൻ അഭിഭാഷകൻ ചേരുന്നു. C. ഉണ്ണികൃഷ്ണൻ, യഥാർത്ഥത്തിൽ ശ്രീശാന്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ള കുറ്റാരോപണങ്ങൾക്ക് എത്രമാത്രം നിയമസാധുതയുണ്ട്? പ്രത്യേകിച്ചും ഇരുവർക്കും, അജിത് ചാന്ദിലേക്കും ശ്രീശാന്തിനും, കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ട് നടത്തിയ ചില പരാമർശങ്ങൾ അത്തരത്തിലുള്ള ചില സൂചനകളല്ലേ നൽകുന്നത്? എന്റെ അഭിപ്രായത്തില് ഇപ്പോഴത്തെ ഈ ഒരു ആജീവനാന്ത വിലക്കെന്ന് പറയുന്ന പണിഷ്മെന്റ് നിയമത്തിന്റെ മുന്നിൽ നിലനിൽക്കുന്നതാണെന്ന് തോന്നുന്നില്ല. എന്താന്ന് വെച്ചാല്
ഇപ്പോ ആ പണിഷ്മെന്റ് ഏർപ്പെടുത്തിയത് രവി സവാനി എന്ന ഏകാംഗ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ്. ആ റിപ്പോർട്ട് പോലീസിന്റെ കുറ്റപത്രം എന്താണോ പറയുന്നത് അത് തന്നെയാണ് ഈ റിപ്പോർട്ടിലും പറയുന്നത്. അപ്പോ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ സാകേതിലെ കോടതി കൃത്യമായി പറഞ്ഞു അതിനകത്ത് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്, അവർ പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കഥയാണ്, അവരുടെ പ്രോസിക്യൂഷന്റെ ഒരുപാട് തെളിവുകളുടെ അഭാവങ്ങളുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് മാത്രമാണ് അവർക്ക് പെട്ടെന്ന് തന്നെ ജാമ്യം കൊടുക്കുകയും ചെയ്തത് കോടതി. അപ്പോ ആ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഡൽഹി പോലീസ് വളരെയേറെ അവരുടെ എക്സ്പെർട്ടൈസ് വെച്ച് അന്വേഷിച്ച് എടുത്ത തെളിവുകളൊക്കെയുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന് പോലും നിലനിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുഴപ്പങ്ങളുണ്ട് എന്ന് കോടതി പരാമർശിച്ച സാഹചര്യത്തിൽ അതിനെ ബേസ് ചെയ്തുണ്ടാക്കിയ രവി സവാനിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഒരു പണിഷ്മെന്റ് ഏർപ്പെടുത്തുന്നത് ഉചിതമല്ല എന്ന് തന്നെയാണ്. അത് നിയമത്തിന്റെ മുമ്പിൽ നിലനിൽക്കുകയില്ല. മാത്രമല്ല ഇത് വളരെ തിടുക്കത്തിലായിപ്പോയി. അപ്പോ മറ്റേ കോടതിയുടെ വിചാരണയ്ക്ക് ശേഷം ശിക്ഷിച്ചിരുന്നുവെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും BCCIക്ക് ഇങ്ങനൊരു പണിഷ്മെന്റ് കൊടുക്കാമായിരുന്നു. പക്ഷേ അത് ശിക്ഷ കിട്ടാൻ ചാൻസ് കുറവാണ് എന്നുള്ളത് ഉറപ്പാണ് കോടതിയുടെ ആദ്യത്തെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ. ഉണ്ണികൃഷ്ണൻ, കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നു, അതിന്റെ വിചാരണ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ഘട്ടത്തിൽ ഇന്ത്യയിലെ ഒരു കായിക അസോസിയേഷൻ ഇത്തരത്തിലൊരു ശിക്ഷാ നടപടി സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും അതിലൊരു നിയമപ്രശ്നമില്ലേ? കോടതിയിലിരിക്കുന്നൊരു കേസിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് അതിൽ വിധി വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് തെളിയുന്നതിന് മുമ്പ് തന്നെ ശിക്ഷിക്കാനുള്ള അധികാരം എങ്ങനെ ലഭിക്കുന്നു? അല്ല, ക്രിമിനൽ കേസിന്റെ വിചാരണയും ഡിപ്പാർട്ട്മെന്റൽ പ്രൊസീഡിങ്സും രണ്ടായിട്ട് തന്നെ പോകാം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പല കേസുകളിലും. ഇത് അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ഇപ്പോഴത്തെ എൻക്വയറി റിപ്പോർട്ട്. പക്ഷേ ഇതിനകത്തുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാല് അവരുടെ ഈ രവി സവാനിയുടെ റിപ്പോർട്ട് ഒരു ഇൻഡിപെൻഡന്റ് എൻക്വയറി റിപ്പോർട്ട് അല്ല. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ പോലീസ് റിപ്പോർട്ട്. അവിടെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇപ്പൊ രവി സവാനിയുടെ ഒരു ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ആണെങ്കിൽ കൂടിയും അവിടുത്തെ പോലീസ് കൊടുത്ത റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്പെർട്ടൈസ് വെച്ചിട്ടാണ്. അത്രയും എക്സ്പെർട്ടൈസും അത്രയും പേരെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരങ്ങളൊന്നും ഈ ഏകാംഗ കമ്മീഷനോ അതുപോലുള്ള ആളുകൾക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോ അവിടുത്തെ പോലീസിന്റെ റിപ്പോർട്ട് തന്നെ ലൂപ്പ് ഹോൾസ് ഉള്ളതാണെന്ന് പറയുമ്പോ തീർച്ചയായിട്ടും ഈ ഒരു റിപ്പോർട്ടിനെ നമുക്ക് അത്ര വില കൊടുത്ത് ഇദ്ദേഹത്തിന് ഇത്രയും ആജീവനാന്ത വിലക്കെന്ന് പറയുന്ന ഒരു പണിഷ്മെന്റ് ശ്രീശാന്തിന് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് രണ്ടും രണ്ടായിട്ട് അവർ തീരുമാനം എടുത്തതിന് തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് അവർക്ക് അതിന്റെ വിചാരണ കോടതിയിൽ തീർന്നതിന് ശേഷം ഒരു തീരുമാനം എടുക്കുന്നതായിരുന്നു നല്ലത്. റൈറ്റ്, സി ഉണ്ണികൃഷ്ണൻ ദയവായി തുടരുക. അജിത് കുമാർ, കോടതിയിൽ പെട്ടെന്നൊരു വിധി വരണം, അല്ലെങ്കിൽ BCCIക്ക് നല്ല ബുദ്ധി തോന്നണം എന്നാണ് KN രാഘവൻ പറയുന്നത്. അങ്ങനെ ഒരു നല്ല ബുദ്ധി BCCIക്ക് ഈ സാഹചര്യത്തിൽ തോന്നാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. BCCIക്ക് നല്ല ബുദ്ധി തോന്നിയിരുന്നെങ്കിൽ ഇങ്ങനൊരു തീരുമാനത്തേക്ക് അവർ പോവില്ലായിരുന്നു. അതന്നെ ആദ്യം പ്ലെയേഴ്സിന് എഗൻസ്റ്റാണ് BCCI. ഇത് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തുടക്കം മുതൽ നമുക്കറിയുന്ന ഒരു കാര്യമാണ്. ശ്രീശാന്തിന് എങ്ങനെയെങ്കിലും കൊടുക്കാനായിട്ടൊരു വലിയൊരു ലോബി BCCIയിലുണ്ട്. ശ്രീശാന്തിൻ്റെ കഷ്ടകാലത്തിന് വേണ്ട സപ്പോർട്ടൊന്നുമില്ല. സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാർ മാത്രമേ ഉള്ളൂ. മലയാളികളും ഇഷ്ടംപോലെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ശ്രീശാണ്. പക്ഷേ സ്റ്റേറ്റ് അസോസിയേഷൻ പോലും അദ്ദേഹത്തിന് ഇങ്ങനത്തെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് അതിനുള്ള ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല, അവർ ഒരു സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു കാണിക്കലെങ്കിലും കാണിച്ചു കഴിഞ്ഞവണ. പക്ഷെ അവർക്കും അതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം BCCI ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് സ്റ്റേറ്റ് അസോസിയേഷനിലും ബൈൻഡിങ് ആണ്. പക്ഷേ സ്റ്റേറ്റ് അസോസിയേഷൻ ഒഫീഷ്യൽസിന് ഒരു കാര്യം ചെയ്യാം, ആ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ശ്രീശാന്തിന് വേണ്ടി ശരിക്കും ഉറച്ച് സംസാരിക്കാം. അതുപോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നിരിക്കുന്ന ഈ വിധി ശരിക്കും റാറ്റിഫൈ ചെയ്യേണ്ടത് BCCIയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിലാണ്. അത് 29-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ 29-ാം തീയതി നടക്കുന്ന ജനറൽ ബോഡി മീറ്റിങ്ങിൽ എന്താ നടക്കാൻ പോകുന്നത് നമുക്കൊക്കെ അറിയാം. കാരണം അവിടെ ഇരിക്കുന്നവരാരും തന്നെ ശ്രീനിവാസനെയോ അരുൺ ജെയ്റ്റ്ലിയോ നിരഞ്ജൻ ഷായോ എതിർക്കാൻ പോകുന്നില്ല. അത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നാം കാണുന്ന ഇതാണ്. അതുകൊണ്ടാണ് BCCIയിൽ നിന്ന് ഒരു വിധത്തിലുള്ള കനിവ് നമുക്ക് പ്രതീക്ഷിക്കാനില്ല. അവിടെയാണ് ഒരു ചെറിയൊരു പ്രശ്നം വരാൻ പോകുന്നത്. ഇപ്പോൾ കോടതി ഉത്തരവിലൂടെ അദ്ദേഹം വിജയിച്ച് പുറത്തേക്ക് വരുമ്പോൾ അത് BCCI എങ്ങനെ റിയാക്ട് ചെയ്യും, അതൊരു പ്രധാന